നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്തുന്നത് ഈ മാർച്ച് 3 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാണ്. പൊതുവെ വേനൽക്കാലമാണ്. മാർച്ച് സാധാരണ തന്നെ ചൂട് കൂടിയ സമയമാണ്. മാത്രമല്ല, കാലാവസ്ഥാ നിരീക്ഷകർ സമീപകാലങ്ങളിൽ വെച്ച് ഏറ്റവും ചൂടുള്ള വർഷമാണ് ഇത് എന്ന് പ്രവചിച്ചിട്ടുമുണ്ട്. നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഫാന് പോലും ഇല്ലാത്ത റൂമുകൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ കേരളത്തിൽ. ഇന്നലെ പട്ടിയെ വന്ധ്യംകരണം ചെയ്യാനുള്ള സൗകര്യങ്ങളെക്കുറിച്ച് മന്ത്രി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അത്രയും സൗകര്യം പോലും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രായോഗിക പരീക്ഷ ഉള്ള വിഷയങ്ങൾ 2 മണിക്കൂറും പ്രായോഗിക പരീക്ഷ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 2.5 മണിക്കൂറുമാണ് നമ്മുടെ കുട്ടികൾ ക്ലാസ് മുറിയിൽ ഇരിക്കേണ്ടത്. ഈ കടുത്ത ചൂട് അനുഭവിച്ചുകൊണ്ട് അവർ പരീക്ഷയ്ക്ക് തയ്യാറായി വരേണ്ടതുണ്ട്, പരീക്ഷ എഴുതേണ്ടതുണ്ട്. നമുക്കറിയാം, ഉപരിപഠനത്തിന് ഇന്ന് പരിഗണിക്കുന്നത് ഹയർ സെക്കൻഡറി തലമാണ്. അതേപോലെ തന്നെ മത്സര പരീക്ഷയ്ക്കും രാജ്യത്തിനകത്തും പുറത്തുമുള്ള സർവകലാശാലകൾ, മറ്റു മത്സര പരീക്ഷകൾ, ഇതിൽ നമ്മുടെ കുട്ടികളുടെ 1 മാർക്ക് ഒന്ന് കുറഞ്ഞു പോയാൽ ഈ പരീക്ഷാ മേഖലയിൽ റാങ്ക് ലിസ്റ്റിൽ എത്രമാത്രം വിദൂരതയിലേക്കാണ് അവരെ തള്ളി നിൽക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാനാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ പിന്നോട്ട് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല, ഈ വർഷം പരിശുദ്ധ റമദാൻ കൂടിയാണ്. വെള്ളിയാഴ്ച കൂടി വരുന്നുണ്ട്. വെള്ളിയാഴ്ചയിലെ സമയം ക്രമീകരിച്ചതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ ഏറ്റവും നല്ല സമയം രാവിലെയുള്ള സമയം തന്നെയാണ്. SSLC പരീക്ഷ നടക്കുന്നതിനൊപ്പമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും കാലം നമ്മൾ ഹയർ സെക്കൻഡറി പരീക്ഷയും കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് ആ നല്ല സമയം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇരുന്ന് പ്രഭാതത്തിൽ തന്നെ വന്ന് ഇരുന്ന് വളരെ നല്ല ഫ്രഷ് മൂഡിൽ തന്നെ പരീക്ഷ എഴുതാവുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ പരീക്ഷാ സമയത്തിൽ ഒരു പുനഃക്രമീകരണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുവാനാണ് ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു കാര്യം ഒട്ടും യോജിക്കുന്നതല്ല. നായ്ക്കൾക്ക് വന്ധ്യംകരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം പോലും, ആ റൂമിനുള്ള സൗകര്യം പോലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥാപനങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ലോകത്തല്ലായിരിക്കും ജീവിക്കുന്നത്. സർ, കേരളത്തിൽ 5000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണ് സാർ. സാർ, എന്ന് മാത്രമല്ല, അങ്ങ് എന്നോട് വരണം. എയർ കണ്ടീഷൻ AC റൂംസുള്ള സ്കൂളുണ്ട്, ലിഫ്റ്റുള്ള സ്കൂളുണ്ട്. സാർ, എല്ലായിടത്തും ഇനി അങ്ങ് വിദ്യാഭ്യാസ മന്ത്രി ആയാൽ പോലും എല്ലായിടത്തും ഒന്നും ആക്കാൻ പറ്റില്ല. അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടാവും. എന്നാലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും മുന്നിലാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യം എന്നുള്ളവരെ അങ്ങ് മനസ്സിലാക്കണം. ദയവ് ചെയ്ത് ഈ പട്ടിയുടെ പിന്നെ ശസ്ത്രക്രിയയും കുട്ടികളുമായിട്ടൊന്ന് കൂട്ടിക്കുഴയ്ക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുകയാണ്. സർ, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ വർഷത്തെ പൊതുപരീക്ഷകളിൽ 2025 മാർച്ച് മാസം 3 മുതൽ 26 വരെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളും മാർച്ച് 6 മുതൽ 29 വരെ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളും നടത്തുവാൻ പരീക്ഷാ വിജ്ഞാപനവും ടൈം ടേബിളും 2024 നവംബർ മാസം 1-ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാർ, എല്ലാം വളരെ നേരത്തെയാണ് സാർ. 2-3 മാസങ്ങൾക്ക് മുമ്പൊക്കെ തീരുമാനിച്ച കാര്യങ്ങളാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷാ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. SSLC പരീക്ഷകളും അതുപോലെ തന്നെ സ്കൂൾ വാർഷിക പരീക്ഷകളും രാവിലത്തെ സമയക്രമത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സർ, ഈ വർഷം മുതൽ 2ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 1ാം വർഷത്തെ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകൾ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളോടൊപ്പം നടത്തുന്നതിനാൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്തുവാൻ ആകെ 18 ദിവസങ്ങൾ വേണ്ടിവരും. സാർ, മാർച്ചിലെ ചൂട് കാലാവസ്ഥയും റംസാൻ വ്രതവും ഉള്ളതിനാൽ SSLC പരീക്ഷകളും സ്കൂൾ വാർഷിക പരീക്ഷകൾ എഴുതുന്ന 9ാം ക്ലാസ് വരെയുള്ള ചെറിയ കുട്ടികൾക്കും പരീക്ഷകൾ രാവിലത്തെ സമയക്രമത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സാർ, രാവിലെയാണ് സാർ ക്രമീകരിച്ചിരിക്കുന്നത്. ആയതിനാലാണ് ഹയർ സെക്കൻഡറി പരീക്ഷാ സമയം ഉച്ചയ്ക്ക് ശേഷം നിശ്ചയിച്ചത്. സാർ, ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തണ്ടേ? ഉച്ചയ്ക്ക് 1:30 പരീക്ഷ ആരംഭിച്ച് 4:15 അവസാനിക്കുന്നതാണ്. അങ്ങവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വെള്ളിയാഴ്ചകളിലുള്ള ഹയർ സെക്കൻഡറി പരീക്ഷകൾ 1:30 എന്നുള്ളത് 2 മണിക്ക് ആരംഭിച്ച് 4:45 അവസാനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്രമീകരണം വരുത്താം. സർ, പൊതുപരീക്ഷകൾ മാർച്ച് മാസത്തിൽ നടത്തുന്നതിനാൽ
പരീക്ഷകൾ രാവിലത്തെ സമയം ക്രമത്തിലോട്ട് മാറ്റുന്നത് മാർച്ചിൽ പരീക്ഷ അവസാനിക്കാത്ത സാഹചര്യം സംജാതമാവുകയും ഫലപ്രഖ്യാപനം നീണ്ടുപോവുകയും വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കുകയും ചെയ്യും. സർ, ആയതിനാൽ പരീക്ഷകൾ മാറ്റണമെന്ന ആവശ്യം നിലവിൽ സാർ പരിഗണിക്കാൻ നിർവാഹമില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങേ അറിയിക്കുകയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തുന്നത് 26,000-ഓളം അധ്യാപകരെയും 4.5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെയുമാണ് ബാധിക്കുന്നത്. SSLC സ്കൂൾ പരീക്ഷ നടത്തുന്നതിന് 36 ലക്ഷത്തോളം വിദ്യാർത്ഥികളെയും 1.5 ലക്ഷത്തോളം വരുന്ന അധ്യാപകരുമാണ് ബാധിക്കുന്നത്. സാർ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർച്ച് കഴിഞ്ഞ് പോകാൻ വേണ്ടി പറ്റില്ല. അത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഈ അവധി കാലഘട്ടത്തിൽ പരീക്ഷ ഇട്ടു എന്നുള്ള അടുത്ത പരാതിയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സാർ, ഇതാണ് ഇത് വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധാപൂർവമാണ് ഇതിൻ്റെ തീയതി ഇട്ടിട്ടുള്ളത്. അങ്ങ് വിദ്യാഭ്യാസ മന്ത്രി ഇനി ഭാവിയിലായാലും അതേ ഇതിൽ കൂടുതൽ നടക്കില്ല സാർ എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം. വീണ്ടും പറയാൻ